ശ്രീ അഹമ്മദ് ദേവർകോവിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, സാധ്യമായ രീതിയിലെല്ലാം മികച്ച രീതിയിൽ ഭരണം നിർവഹിച്ച ശേഷമാണ് പടിയിറക്കം എന്ന ആത്മവിശ്വാസത്തോടെയാണോ അങ്ങ് രാജി സമർപ്പിച്ചത്? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം ഒറ്റ MLA ഉള്ള ഒരു പാർട്ടി എന്ന നിലക്ക് 2.5 വർഷക്കാലത്തേക്കാണ് എൻ്റെ കാലാവധി തീരുമാനിച്ചിരുന്നത്. കാലാവധി തീരുന്ന മുറക്ക് തന്നെ രാജി കൊടുക്കാൻ ആലോചിച്ചിരുന്നു. നവകേരള സദസ്സ് നടക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സദസ്സ് കഴിഞ്ഞ ശേഷം മതി എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സദസ്സ് കഴിഞ്ഞ ഉടനെ രാജിവെക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് വിവാദങ്ങൾ കണ്ടതാണ്. 2.5 വർഷമെങ്കിലും ഒരു 10 വർഷം നീളുന്നത് പോലെയുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഒരുപാട് പഴി കേട്ടു. പഴി കേൾക്കുമ്പോഴൊക്കെ മന്ത്രിസഭയെ ഒന്നാകെ ഇറങ്ങി പ്രതിരോധിക്കുമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു? അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. സ്വാഭാവികമായും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു കന്നിക്കാരനാണ് ഞാനെങ്കിൽ കൂടിയും ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുക എന്നത് നമ്മുടെയെല്ലാം ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. അവസാനമായി കോവിഡുമായി ബന്ധപ്പെട്ട സമരങ്ങൾ വേറെയുണ്ടായി. അതൊക്കെ കഴിഞ്ഞൊന്ന് നേരെയാകും എന്ന് തോന്നുമ്പോഴാണ് വലിയ രീതിയിലുള്ള സമരം പൊട്ടിപ്പുറപ്പെട്ടത്. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളിൽ അധികവും അംഗീകരിച്ചെങ്കിലും വിഴിഞ്ഞം പോർട്ട് നിർമ്മാണം നിർത്തിവെക്കണം എന്ന രീതിയിലുള്ള ആവശ്യം അതിലുണ്ടായിരുന്നു. അതൊഴികെയുള്ള ഏതാവശ്യങ്ങളും പരിഗണിക്കാം എന്നതായിരുന്നു ഗവൺമെൻറ് നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും LDFൻ്റെയും ശക്തമായ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരമൊരു സമരത്തെ നിശ്ചയദാർഢ്യത്തോടു കൂടി നേരിടാൻ സാധിച്ചത്. വിഴിഞ്ഞം പോലെയുള്ള ഒരു വലിയ പ്രൊജക്റ്റ് വിജയിപ്പിക്കുന്നതിനും മന്ത്രിസഭയുടെ ശക്തമായ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ആ രീതിയിൽ മന്ത്രിമാരിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട്.